ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം VX ഗെയിമർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ മൈൻക്രാഫ്റ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് MRP സീരീസ് കണ്ടിന്യൂ ചെയ്യാനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന MRP എന്നാണല്ലോ. അന്ന് നമ്മൾ ഡിസ്കണ്ടിന്യൂ അല്ല, സ്റ്റോപ്പ് ചെയ്തിട്ട് പോയതാണ്. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മുളന്തുരുത്തി അന്ന് വെറും മുളന്തുരുത്തി റോയൽ പ്ലേ ആയിരുന്നു. എന്നാൽ ഇന്ന് മുളന്തുരുത്തി മാത്രമല്ല ഈ സ്ഥലങ്ങളിലോ ഈ വേൾഡിൽ ഇപ്പോൾ ഉള്ളത്. ദർ ഈസ് അതർ ഏരിയാസ് ലൈക്ക് ചോറ്റാനിക്കര, തലക്കോട്, വെട്ടിക്കൽ, കുറേ സ്ഥലങ്ങൾ നമ്മൾ പണിതിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് മുളന്തുരുത്തി മാത്രം നമുക്ക് നോക്കാം. ഇനി വരുന്ന വീഡിയോസിൽ ഉറപ്പായിട്ട് ചോറ്റാനിക്കര പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ നമ്മൾ നോക്കാം. സോ മുളന്തുരുത്തി ആദ്യം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ അന്ന് ഈ ബീക്കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ബീക്കണായിരുന്നു. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതൊരു ബ്ലൂവും ഡാർക്ക് ബ്ലൂ ആയിരുന്നു. അപ്പം 3 ആയി. അതിൽ ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, റോസ് ഉണ്ട്, റെഡ് ഉണ്ട് അല്ലേ. സോ പല കളറിലുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന MRP ബോർഡ് എന്ത് ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കും. പറയാം പിടക്കല്ലേ, ഞാനൊന്ന് പിടച്ചാൽ എങ്ങനെ ശരിയാവും. MRP ബോർഡല്ലേ, അണ്ണം കാണിച്ചു തരാം. കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയാൽ മതി, ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് MRP ബോർഡ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് നീലയും ബ്ലൂ, ഡാർക്ക് ബ്ലൂ കളറിലുണ്ടായിരുന്ന വെള്ള കളറിൽ ബോർഡിൽ MRP എഴുതിയേക്കണായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ MRP ലൈറ്റ് സെറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എൻജിനീയറിങ് ടെക്നോളജി ആണല്ലോ, ടെക്നോളജിയൊക്കെ വളർന്ന സ്ഥിതിക്ക് നമ്മളും കൂടെ വളരണ്ടേ. അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു കൗൺസിൽ ഹാൾ പൂട്ടിയിട്ടേക്കായിരുന്നു, അതായത് നമ്മുടെ പണ്ടത്തെ വീട്. സോ ഇപ്പോൾ ഇതൊരു കൗൺസിൽ ഹാളാണ് ഈ വേൾഡിൻ്റെ. അതായത് ചർച്ചയൊക്കെ ചെയ്യാനുള്ളൊരു ഇത്. നമ്മുടെ സീക്രട്ട് ബേസ് ഉണ്ട് ഇവിടെ, അതിൻ്റെ അകത്തുനിന്ന് പുകയൊക്കെ വന്ന പോലെ സെറ്റ് ചെയ്തേക്കാണ്. അന്ന് ഇത് തുറക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ തുറക്കാൻ പോവാണ്. ലിവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും, അതിൻ്റെ ഒപ്പം തന്നെ ഹാളും തുറക്കും. ഹാള് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഗ്ലാസിൻ്റെ ചില്ലും കൂടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ഓറഞ്ച് കളറിൽ ഫുൾ പെട്ടി കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇത് ഓറഞ്ച് കളർ പെട്ടിയുടെ അകത്താണ് മറ്റേ MRP ബോർഡ് കത്തണ ടെക്നോളജി ഇരിക്കുന്നത്. വീടിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാനും അതിലും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുൽ റോക്സ് ഓർമ്മയുണ്ടോ കേസ്? അവനൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, ഞങ്ങൾ നിർത്തിപ്പോയി. ഇത് ഞങ്ങളുടെ ഫയർ സ്റ്റേഷൻ്റെ ചർച്ചിൻ്റെ ഒക്കെ ആയിരുന്നു. ചർച്ച് പണിതു, ഫയർ സ്റ്റേഷൻ പണിയാൻ പറ്റിയില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഹാർവസ്റ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ താഴത്തോട്ട് പോകണമെങ്കിൽ ഒരു ചെറിയ ബേസ് ഉണ്ട്. ബേസിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ഥലം. വേറെ സെറ്റപ്പും കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ഗുഹ കാണാൻ പറ്റും. അത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫർണേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. വീടിൻ്റെ അകത്തോട്ട് കയറാം. വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ വൂൾ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിള്, 2 ചെസ്റ്റ്, വീക്ക് സ്ക്രാപ്പ്, AX ഓസ്കാർ, കോമൺ ചെസ്റ്റ്. ഇതാ അവൻ്റെ ചെസ്റ്റ്, അല്ല അവൻ്റെ ചെസ്റ്റ് എന്നാണ് അവൻ്റെ റൂം. ഇതെൻ്റെ റൂം, ഇതെൻ്റെ പേഴ്സണൽ ചെസ്റ്റാണ്. എൻ്റെ അകത്തൊരു തേങ്ങയില്ല. അടച്ചിട്ട് പോകാൻ നമുക്ക് വേറെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറേ വളർന്നു കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും കൗൺസിൽ ഹാളിൻ്റെ അകത്ത് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ അടച്ചിടാം, ആർക്കും അനുവാദമില്ല. പിന്നെ അന്ന് അവിടെ ഒരു ചെറിയ മാപ്പ് നമ്മുടെ അതുൽ റോക്സ് പണിതുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറുത് വീടിൻ്റെ ബാക്കിലായിട്ട്. ഇപ്രാവശ്യം അത് വലുതാക്കി നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ഇത്രയും വലിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ മാപ്പിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾക്ക് എന്ത് വലിയ സെറ്റപ്പാണെന്ന്. പിന്നെ ഒരു ചെറിയ സക്കൂറ മരങ്ങൾ നിൽക്കണത് ചോട്ടിൽ നിന്നൊരു റെഡ് ലൈൻ പോകുന്നില്ലേ, അവിടെ നിന്ന് കുറച്ചങ്ങ് പോയി ഒരു റെഡ് ലൈൻ പോയി എൻഡ് ചെയ്യുന്ന സ്ഥലം കണ്ടോ? അതെവിടെയാണെന്ന് മനസ്സിലായോ? നമ്മളെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറയാം ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സ്ഥലം കണ്ടില്ലേ, എനിക്ക് നമുക്ക് വേണം പഴയ വീട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് അമ്യൂസ്മെൻറ്റ് പാർക്ക് എനിക്ക് കാണിച്ചില്ലെന്ന് വേണ്ട. നമ്മളന്ന് പണിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാവശ്യം നമ്മൾ പണിതു. നല്ല ഹാങ് ഉണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് അതാണ് പ്രശ്നം അങ്ങോട്ട് പോകാനുള്ളത്.
ഉണ്ടോ? ഇവിടെ നിന്ന് നോക്കി തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ? വലിയ സെറ്റപ്പാണ് ഗൈസ്. ഡാൻസിങ് ഫ്ലോർസ് ഉണ്ട്, അടിയിൽ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇഷ്ടംപോലെ റൈഡ്സ് നമ്മൾ യൂട്യൂബ് നോക്കി പണിതിട്ടുണ്ട്. ഇപ്പോൾ ആകാശത്തിൽ കൂടെ പോണ റെയിൽവേ, സീസോ, പിന്നെന്താ ഫിഷിങ് ഏരിയ, പിന്നെ മറ്റേ മേരിഗോ റൗണ്ട് ഉണ്ട് കുതിരയുടെ ഒക്കെ ഇതേ അവിടെ പോണത്. പിന്നെ ഊഞ്ഞാലുണ്ട്, സ്ലൈഡ് ഉണ്ട്, പിന്നെ മേളിൽ നിന്ന് ചാടി പൊങ്ങണ സാധനമുണ്ട്, ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, സൂ ഉണ്ട്. അതായത് ക്യാമൽ സൂ ഉണ്ട്, നമ്മളെ പോളാർ ബിയർ സൂ ഉണ്ട്. ക്യാമൽ സൂ അവിടെ ആ ഒരു സൈഡിൽ കാണുന്ന ഓറഞ്ച് കളറാണ് ക്യാമൽ സൂ. പിന്നെ അവിടെ മറ്റേ വാട്ടർ റൈഡ്, കുറേ സെറ്റപ്പ്. ഇപ്പോൾ ഇവിടെ ഇന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ സൈഡ് പോയി കഴിഞ്ഞാൽ നല്ല ഹാങ് ഉണ്ട് കേട്ടോ. ഔട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ പണിത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊരു പണി കിട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഹാങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മുളന്തുരുത്തി ഇവിടെ നിന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു ഗൈസ്. അതാണ് ശരിക്കുള്ള റീസൺ. മുളന്തുരുത്തി വിട്ടു പോകാനുള്ള റീസൺ അതാണ്. ഇതായിരുന്നു എൻ്റെ ബാറ്. അന്ന് ഞാൻ കാണിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. ബാറ് സ്പോൺസർഡ് ബൈ വിമൽ. ബാർ അടച്ചിട്ടേക്കാണ്. അടച്ചിട്ടേക്കല്ല, ഇന്ന് 1-ാം തീയതി അല്ലല്ലോ. സോ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ക്യൂ നിൽക്കുവാണ്. ചേട്ടാ എന്താണ് വേണ്ടത്, വാങ്ങിച്ചിട്ട് പൊക്കോ. അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. 2 സെർവൻസിനെ നിർത്തിയിട്ടുണ്ട്. സോറി, ഇതെൻ്റെ ബാറ്. ഈ സെറ്റപ്പൊക്കെ അന്നുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വീട് ഇതാണ് കേട്ടോ. വീട്ടിലേക്ക് പോവാം. വീട് ഞാൻ പൂട്ടിയിട്ടേക്കാണ്. അതായത് പോയല്ലോ എം ആർ പി എന്നല്ല, മുളന്തുരുത്തിയിൽ നിന്ന് പോയല്ലോ. സോ ഇവിടെ പൂട്ടിയിട്ടിട്ട് പോയി. അകത്ത് എന്താണെന്നൊന്നും കാണിക്കാൻ വയ്യ, ഇത്ര കണ്ടാൽ മതി നിങ്ങൾ. കണ്ടോ, സെറ്റപ്പാണ്, അടിപൊളിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഹാങ്ങിങ് ബെഡ്റൂമൊക്കെ ഞാൻ പൊളിച്ചു. അതിൻ്റെ അടിയിലൊരു നെതർ പോർട്ടൽ ഞാനങ്ങ് വേണത് ഗൈസ്. അവിടെ അടിയിൽ കൂടെ സ്റ്റേഴ്സ് പോകുന്നുണ്ടോ? ആ സ്റ്റേഴ്സിൽ കൂടെ പോയ നെതർ പോർട്ടലാണ്. അതൊക്കെ അടച്ചിട്ടേക്കാണ്, അങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനമില്ല. പിന്നെ ഇവിടെ നിറച്ചും ഫെൻസ് വെച്ചു, ഗേറ്റുകളും കാര്യങ്ങളൊക്കെ. കാരണം ഇനി ആരും പ്രവേശനം ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ്. വേറൊന്നുമല്ല. എൻ്റെ ഫാം ഇതായിരുന്നു, ക്യാരറ്റ് ഫാം. ഈ മച്ചാൻ്റെ ഇവിടെ നിന്ന് പോകാതെ തൊട്ട് ഇവിടെ നിൽക്കുകയാണ്. അവിടെ തന്നെ നിൽക്കട്ടെ. അതിൻ്റെ വീട് ഇതാണ്. അതിൻ്റെ വീടിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ല, ഫുൾ ഓഫ് ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ കാണാം. അതിൻ്റെ കുതിര അതിൻ്റെ ഇടയിലുണ്ട്. അതുൽ റോക്സ്. അതിൻ്റെ വീടിൻ്റെ അകത്തും സെറ്റപ്പാണ്. ഇത്രേ ഉള്ളൂ അതിൻ്റെ വീട്. പിന്നെ ഈ റോസ് കളറിൽ കാണുന്നത് വേറൊരു പ്ലെയറിൻ്റെ വീടായിരുന്നു. ആ പ്ലെയർ ഇപ്പോൾ നിർത്തിപ്പോയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യം. സോറി ഗൈസ്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഏകദേശം എല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോൾ മുളന്തുരുത്തിയിൽ കാണാനായിട്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇനി മുളന്തുരുത്തിയിൽ നിന്ന് ഔട്ട് പോകുന്ന റെയിൽവേ കൂടെ പോകുമ്പോഴാണ് ഇനി കാണാനുള്ളത്. അതെന്താണെന്നും കൂടെ കാണാം. സോ ദിസ് റെയിൽവേയിലേക്ക് ഇങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ റെയിൽവേയിലെത്തും. നേരെ വിട്ടോ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കി കഴിഞ്ഞാൽ പവർ റെയിൽ സ്റ്റാർട്ടാവും, വണ്ടി നേരെ പോകും. ഏകദേശം ആ ഒരു KFC ഹോട്ടലില്ലേ, അത്രയും ഭാഗമാണ് മുളന്തുരുത്തിയുടെ അണ്ടറിൽ വരുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന സ്ഥലമൊക്കെ മുളന്തുരുത്തി ഔട്ട് സൈഡാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാം, ഇതൊന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഈ റെയിൽവേയിലെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ മുന്നോ KFC ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ പാലം വഴി നടന്ന് പോകാം കാർ ഷോറൂമിലേക്ക്. ഓക്കെ, ഇത് കാർ ഷോറൂമാണ്. ഓക്കെ, കാർ ഷോറൂമിൻ്റെ അകത്ത് സോറി ഗൈസ്, 2 ആൾക്കാർ സെർവൻസ് ആണെന്ന് അവൻ്റെ. അതുലിൻ്റെ പരിപാടിയാണ് കേട്ടോ. അതുലിൻ്റെ കാർ ഷോറൂമാണ്. എനിക്ക് ബാറുള്ള പോലെ അവന് കാർ ഷോറൂം. അതൊരു MRP ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോലെ. എന്തായാലും ആവട്ടെ, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന, അതായത് മറ്റേ മുളന്തുരുത്തിയുടെ അണ്ടറിൽ വരുന്ന ലാസ്റ്റ് സ്ഥലമാണ് ഇത്. അങ്ങോട്ട് വലിയ സെറ്റപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതൊക്കെ വേറെ ഏരിയ ഉണ്ട്. അതിലോ KFC. ഇതെന്താണ് കേസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണ്ടത്? ഓക്കെ, അതെന്തായാലും ആവട്ടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോൺസർഡ് ബൈ അതുൽ KFC ഹോട്ടൽ കാണാം.
തുറന്ന് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിപൊളി സെറ്റപ്പ് KFC ഹോട്ടൽ കാണാൻ പറ്റും. ഇരുന്ന് തിന്നാനും അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ കയറിയിരിക്കുക, ഇവിടെ നിന്ന് തിന്നാനുണ്ടോ ഉള്ളൂ. അവിടം വരെ വന്നാലൊരു കേക്ക് എന്നിട്ട് പോവാം. ഓക്കെ, അടിപൊളി. ഇത്രേ ഉള്ളൂ KFC ഹോട്ടലിൽ. ഇനിയിപ്പോൾ അങ്ങോട്ടൊരു റെയിൽവേ കാണാൻ സാധിക്കുന്നില്ലേ? അതൊക്കെ വേറെ സ്ഥലമാണ്, തലക്കോടാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലമൊക്കെ തലക്കോടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത്രയും ഭാഗമാണ് മുളന്തുരുത്തിയുടെ അണ്ടറിൽ വരുന്ന പ്ലേസസ്. പക്ഷേ ഏകദേശം ഇത്രേ ഉള്ളൂ മുളന്തുരുത്തി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് തലക്കോട് റിവീലിംഗ് ആയിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് VX ഗെയിമർ അടുത്ത വീഡിയോയിൽ കാണാം. VX ഗെയിമർ സൈനിങ് ഓഫ്.